നമസ്കാരം. നെളിയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ഭിന്നശേഷിക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വലിയ പരിഗണനയാണ് സർക്കാർ നൽകി വരുന്നതെന്ന് മന്ത്രി എം.ബി. രാജേഷ് ഓൾ കേരള വീൽ ചെയർ റൈഡ് ഫെഡറേഷന്റെ സംസ്ഥാന സമ്മേളനം പട്ടാമ്പിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ജന്മനാലും രോഗങ്ങളാലും അപകടങ്ങളാലും സംഭവിച്ച ഗുരുതരമായ പ്രശ്നങ്ങൾ മൂലം ശാരീരിക ശേഷിക്കുറവ് സംഭവിച്ച് വീൽ ചെയറുകളിലും കട്ടിലുകളുമായി ജീവിതം തളയ്ക്കപ്പെട്ട ആളുകളുടെ ഉന്നമനത്തിന് വേണ്ടിയായി പ്രവർത്തിക്കുന്ന സംഘടനയാണ് ഓൾ കേരള വീൽ ചെയർ റൈഡ് ഫെഡറേഷൻ. ഫെഡറേഷന്റെ 4ാം സംസ്ഥാന സമ്മേളനത്തിനാണ് പട്ടാമ്പി വേദിയായത്. പട്ടാമ്പി റോയൽ കൺവെൻഷൻ സെന്ററിൽ വെച്ചായിരുന്നു സമ്മേളനം സംഘടിപ്പിച്ചത്. മന്ത്രി എം.ബി. രാജേഷ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഭിന്നശേഷിക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സർക്കാർ മുൻകിയ പരിഗണനയാണ് നൽകി വരുന്നതെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ മന്ത്രി എം.ബി. രാജേഷ് സൂചിപ്പിച്ചു. ഭിന്നശേഷിക്കാർ നേരിടുന്ന പ്രശ്നങ്ങളെല്ലാം സാധ്യമായ രീതിയിൽ പരിഹരിക്കുമെന്നും മന്ത്രി ഓർമ്മപ്പെടുത്തി. സംസ്ഥാന സർക്കാർ ഈ അംഗപരിമിതരായിട്ടുള്ള അല്ലെങ്കിൽ ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആളുകളുടെ അവകാശങ്ങൾക്ക് പരമപ്രാധാന്യം കൊടുക്കുന്ന ഒരു ഗവൺമെന്റാണ്. പലതരത്തിലുള്ള അവകാശങ്ങൾ ഉറപ്പുവരുത്തുന്നതിന് സർക്കാർ ബോധപൂർവമായിട്ടുള്ള ഇടപെടലുകൾ, നയം, നിയമനിർമ്മാണങ്ങൾ എന്നിവയെല്ലാം നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ സഞ്ചരിക്കാനുള്ള ഒരു അവകാശം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ കെട്ടിടങ്ങളെല്ലാം ഡിഫറൻ്റ്ലി ഏബിൾഡിന് കൂടി സഹായകരമാവുന്ന നിലയിൽ റാമ്പ് തുടങ്ങിയ കാര്യങ്ങൾ ഇപ്പോൾ സർക്കാർ നിഷ്കർഷിക്കുന്നുണ്ട്. വീൽ ചെയറിൽ കഴിയുന്നവർക്ക് കൂടി സഹായകരമാവുന്ന നിലയിൽ റാമ്പുകൾ ഉണ്ടാവണമെന്ന് നിഷ്കർഷിക്കുന്നു. ആ നിലയിൽ നിങ്ങൾ ഉയർത്തുന്ന പ്രശ്നങ്ങളോട് ഏറ്റവും അനുഭാവത്തോടു കൂടി പ്രതികരിക്കുന്ന ഒരു ഗവൺമെന്റാണ് കേരളത്തിൽ ഇപ്പോഴുള്ള ഗവൺമെന്റ്. നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുന്ന കാര്യങ്ങൾ ബന്ധപ്പെട്ട മന്ത്രിയുടെ കൂടി ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതാണ്. മുഹമ്മദ് മോസിൻ എം.എൽ.എ ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു. സംസ്ഥാന പ്രസിഡന്റ് ബദറുസമാൻ അധ്യക്ഷനായിരുന്നു. ജില്ലാ സെക്രട്ടറി സുലൈഖ പറക്കാട്, പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ, പട്ടാമ്പി നഗരസഭ വൈസ് ചെയർമാൻ ടി.പി. ഷാജി, ടി.എ. രണദ് വൈ, സിദ്ദീഖ്, ഹബീബ് കൊപ്പം, സംസ്ഥാന സെക്രട്ടറി വാസുണ്ണി പട്ടാഴി, പി.കെ. ഷാജി, സി. സിദ്ദീഖ്, റോയ് ജേക്കബ് ഇടുക്കി തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. സമ്മേളനത്തിൽ CCO നാസർ കണ്ണൂരിനെ പ്രസിഡന്റായും ഷക്കീറിനെ വർക്കിംഗ് പ്രസിഡന്റായും രാജീവ് പള്ളുരുത്തി എറണാകുളത്തെ സെക്രട്ടറിയായും സിന്ധു സുദേവൻ തിരുവനന്തപുരത്തെ ട്രഷററായും തിരഞ്ഞെടുത്തു. കൂറ്റനാട് നിർത്തിയിട്ട ടോറസ് ലോറി മോഷ്ടിച്ച് കടത്തിയ കേസിൽ 2 പേർ അറസ്റ്റിൽ. മലപ്പുറം കൊളത്തൂർ കോഴിത്തൊടുവിൽ ഷാക്കിർ അലി, മലപ്പുറം തിരുവമ്പലം കൂരിത്തൊടിയിൽ അനസ് എന്നിവരെയാണ് ചാലിശ്ശേരി SI VR റെനീഷും സംഘവും അറസ്റ്റ് ചെയ്തത്. ചാലിശ്ശേരി പെട്രോൾ പമ്പിന് മുമ്പിൽ നിന്നും ഈ മാസം 8-ന് അർദ്ധരാത്രിയാണ് ടോറസ് ലോറി മോഷ്ടിച്ചു കൊണ്ടുപോയത്. ലോറിയുടെ ചില്ല് തകർത്ത് കീ കണക്ഷൻ വിച്ഛേദിച്ച ശേഷം വാഹനം മോഷ്ടിച്ചു കൊണ്ടുപോവുകയും സംഭവത്തിന് ശേഷം മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്ത് മുങ്ങുകയുമായിരുന്നു. പ്രതികളെ CCTV ദൃശ്യങ്ങളുടെ പരിശോധന ഉൾപ്പെടെയുള്ള അന്വേഷണത്തിലൂടെയാണ് പോലീസ് കന്യാകുമാരിയിൽ നിന്നും പിടികൂടിയത്. ഷൊർണൂർ DYSP ഹരിദാസിന്റെയും ചാലിശ്ശേരി CI സതീഷ് കുമാറിന്റെയും നിർദ്ദേശപ്രകാരമായിരുന്നു അന്വേഷണം. ചാലിശ്ശേരി SI VR റെനീഷ്, GHI ജയകുമാർ, CPOമാരായ രജിത്, പ്രശാന്ത് എന്നിവർ അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. ഭാരതപ്പുഴയിൽ കുളിക്കാനിറങ്ങിയ വിദ്യാർത്ഥി മുങ്ങി മരിച്ചു. ചെറുതുരുത്തി പടിഞ്ഞാറേ തോപ്പിൽ സുന്ദരന്റെ മകൻ 15 വയസ്സുള്ള ആര്യനാണ് മരിച്ചത്. കഴിഞ്ഞ ദിവസം പുഴയിൽ കാണാതായ വിദ്യാർത്ഥിയുടെ മൃതദേഹം ഇന്ന് രാവിലെ 8 മണിയോടെയാണ് കണ്ടെത്തിയത്. ചെറുതുരുത്തി റെയിൽവേ പാലത്തിന് സമീപം എറളക്കടവിൽ വെള്ളിയാഴ്ച 6 മണിയോടെയായിരുന്നു വിദ്യാർത്ഥിയെ കാണാതായത്. സഹോദരൻ ആദിത്യനും കൂട്ടുകാരുമൊത്ത് കുളിക്കുന്നതിനു വേണ്ടി ഭാരതപ്പുഴയിൽ ഇറങ്ങിയതായിരുന്നു. വെള്ളമില്ലാതിരുന്ന സമയത്ത് നീർച്ചാൽ പോലെ വെള്ളമൊഴുകി രൂപപ്പെട്ട കുഴിയിൽപ്പെട്ടതാകാം മരണകാരണം എന്നാണ് പ്രാഥമിക നിഗമനം. അപകട വിവരമറിഞ്ഞ് ചെറുതുരുത്തി പോലീസും ഷൊർണൂർ ഫയർഫോഴ്സും മുങ്ങൽ വിദഗ്ധരും എത്തി നാട്ടുകാരുടെ സഹായത്തോടെ തിരച്ചിൽ നടത്തിയെങ്കിലും കുട്ടിയെ കണ്ടെത്താനായില്ല. തുടർന്ന് ഇന്ന് രാവിലെയാണ് മൃതദേഹം കണ്ടെത്തിയത്. ചെറുതുരുത്തി പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. നാടെങ്ങും മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ ജനകീയ പങ്കാളിത്തത്തോടെയാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. പട്ടാമ്പി നഗരസഭയിൽ നടന്ന ശുചീകരണം നഗരസഭാ ചെയർപേഴ്സൺ ഒ. ലക്ഷ്മിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. പട്ടാമ്പി നഗരസഭയിൽ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവൃത്തികൾക്ക് തുടക്കമായി. ശുചീകരണ പ്രവൃത്തിയുടെ നഗരസഭാതല ഉദ്ഘാടനം ചെയർപേഴ്സൺ ഒ. ലക്ഷ്മിക്കുട്ടി നിർവഹിച്ചു.
മാലിന്യമുക്ത നവകേരളത്തിൻ്റെ ഭാഗമായി നമ്മൾ മഴക്കാലപൂർവ്വ ശുചീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇന്ന് നമ്മൾ ഈ മാസ് ശുചീകരണം ഇവിടെ നടത്തുന്നത്. 18, 19 തീയതികളിൽ കേരളത്തിലെമ്പാടും എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളും ഇത്തരത്തിലുള്ള മാസ് ക്ലീനിങ്ങുകൾ നടത്തുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി നമ്മൾ ഇന്ന് ശങ്കരമംഗലം ഭാഗത്താണ് ഈ ക്ലീനിങ് നടത്തുന്നത്. നമുക്കറിയാം, പട്ടാമ്പി നഗരസഭ വലിച്ചെറിയൽ മുക്ത നഗരസഭയായി പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടും ഇത്തരത്തിലുള്ള ഒരു വലിച്ചെറിയപ്പെടുന്ന ഒരു സ്വഭാവം ഇന്ന് ഈ ശങ്കരമംഗലം ഭാഗത്ത് മാത്രമേ കാണാൻ സാധിച്ചുള്ളൂ. കാരണം നമുക്കറിയാം, നമ്മൾ തുടർച്ചയായി ക്ലീനിങ് നടത്തിയിരുന്ന നമ്പറം ഭാഗങ്ങളിലാണ്. ആ നമ്പറം ഭാഗങ്ങളിൽ ഇന്ന് വളരെ ക്ലീൻ ആയിട്ടാണ് ഇന്ന് കിടക്കുന്നത്. അതിൻ്റെ കാരണം ഇന്ന് CCTV വെച്ചതുകൊണ്ട് മാത്രമാണ്. ഈ ഭാഗത്ത് നമ്മൾ CCTV കഴിഞ്ഞ ദിവസങ്ങളിൽ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി ഇത്തരത്തിലുള്ള മാലിന്യങ്ങൾ കൊടുന്ന് തള്ളുന്നത് കുറയും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. തീർച്ചയായും മഴക്കാലപൂർവ്വ ശുചീകരണത്തിൻ്റെ ഭാഗമായി നമുക്കറിയാം, മഴ പെയ്യുന്നതോടുകൂടി എല്ലാ തരത്തിലുള്ള രോഗങ്ങളും പിടിപെടാനുള്ള സാധ്യത കൂടുതലാണ്. ശങ്കരമംഗലം ഇരട്ടക്കുളം സമീപത്താണ് ശുചീകരണ പ്രവൃത്തിയുടെ നഗരസഭാ ഉദ്ഘാടനം നടന്നത്. മഴയ്ക്ക് മുൻപേ എന്ന തലക്കെട്ടിൽ 2 ദിവസമായാണ് ശുചീകരണം നടക്കുന്നത്. ചടങ്ങിൽ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ KT റുക്കിയ അധ്യക്ഷത വഹിച്ചു. കൗൺസിലർമാരായ CA റാസി, ദീപ, ശ്രീനിവാസൻ, സെക്രട്ടറി ബ്ലസ്സി സെബാസ്റ്റ്യൻ, ക്ലീൻ സിറ്റി മാനേജർ സുബ്രഹ്മണ്യൻ, ഹെൽത്ത് സൂപ്പർവൈസർ അഷ്റഫ് എന്നിവർ സംസാരിച്ചു. ജനപ്രതിനിധികൾ, ഹരിതകർമ്മസേന പ്രവർത്തകർ, ശുചീകരണ തൊഴിലാളികൾ, നാട്ടുകാർ, പരിസ്ഥിതി പ്രവർത്തകർ, അംഗനവാടി വർക്കർമാർ തുടങ്ങിയവർ ശുചീകരണത്തിൽ പങ്കെടുത്തു. ശുചീകരണ പ്രവൃത്തികൾക്ക് മുന്നോടിയായി വിളംബര ജാഥയും ഉണ്ടായിരുന്നു. പരതൂർ പഞ്ചായത്തിൽ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി. ശുചീകരണ പ്രവർത്തനങ്ങളുടെ പഞ്ചായത്ത് തല ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് APM സക്കറിയ നിർവഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നിഷിത ദാസ് അധ്യക്ഷയായി. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അബി എടമന, ക്ഷേമ കമ്മിറ്റി ചെയർപേഴ്സൺ വഹീദ ജലീൽ, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MP ഹസൻ, ഹെൽത്ത് ഇൻസ്പെക്ടർ, ആരോഗ്യ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. നമ്മുടെ പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മാലിന്യങ്ങൾ ധാരാളമായി കൂടിയിട്ടുണ്ട്. അതെല്ലാം തന്നെ ഹരിതകർമ്മസേനയും തൊഴിലുറപ്പ് തൊഴിലാളികളും അതുപോലെ തന്നെ ആശാവർക്കർമാരും അംഗനവാടി ടീച്ചർമാരും പഞ്ചായത്ത് മെമ്പർമാരും പൊതുപ്രവർത്തകരും സാമൂഹ്യ രംഗത്തുള്ളവരൊക്കെ കൂടി ഇതെല്ലാം തന്നെ നീക്കം ചെയ്യുന്ന പ്രവൃത്തിയാണ് ഇന്നും നാളെയും മറ്റന്നാളുമായി നടക്കുന്നത്. പൊതുജനം പൂർണ്ണമായും ഗ്രാമപഞ്ചായത്തിനോട് സഹകരിക്കണം എന്നാണ് ഞങ്ങൾക്ക് നിർദ്ദേശിക്കാനുള്ളത്. CCTVയിലൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് തീർത്തും സൗജന്യമായി ആശംസകൾ നേരാം. ജന്മദിനം, വിവാഹം, വിവാഹ വാർഷികം തുടങ്ങിയ അവിസ്മരണീയ ആഘോഷവേളകളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് CCTVയിലൂടെ തികച്ചും സൗജന്യമായി ആശംസകൾ നേരാം. അതിനായി ഫോട്ടോയും വിശദാംശങ്ങളും മെയിൽ അയയ്ക്കുകയോ അല്ലെങ്കിൽ ഓഫീസിൽ വൈകിട്ട് 4 മണിക്കുള്ളിൽ നേരിട്ടെത്തി നൽകുകയോ ചെയ്യാം. വാട്സ്ആപ്പ് നമ്പർ 89 43 35 14 00. മെയിൽ ID cctvnews@gmail.com. ആശംസകൾ മെയിൽ അയക്കുന്നവരും വാട്സ്ആപ്പ് ചെയ്യുന്നവരും നിർബന്ധമായും ഓഫീസിൽ വിളിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 89 43 35 14 00, 89 43 35 14 26. നമ്പറുകൾ ഒരിക്കൽ കൂടി 89 43 35 14 00, 89 43 35 14 26. CCTV, നിങ്ങളുടെ സ്വന്തം പ്രാദേശിക ചാനൽ. വാർത്തയിലേക്ക്. ചാലിശ്ശേരി പെരുമണ്ണൂർ യുവധാര കലാകായിക സാംസ്കാരിക വേദി ഗ്രാമത്തിന്റെ കായിക പെരുമ നിലനിർത്താൻ ഒരുക്കുന്ന 11ാമത് ശിവൻ മെമ്മോറിയൽ അഖില കേരള ഫുട്ബോൾ ടൂർണമെന്റിന് ഞായറാഴ്ച തുടക്കമാകും. പെരുമ്പിലാവ് വിദ്യാ റെസിഡൻസി നൽകുന്ന ക്യാഷ് പ്രൈസിനും ശിവൻ മെമ്മോറിയൽ നൽകുന്ന വിന്നേഴ്സ് ട്രോഫിക്കും സലിം സോമൽ നൽകുന്ന ക്യാഷ് പ്രൈസിനും ഷഹനാസ് സിൽക്ക് ഹൌസ് കൂറ്റനാട് നൽകുന്ന റണ്ണേഴ്സ് ട്രോഫിക്കും വേണ്ടി സംഘടിപ്പിക്കുന്ന ഫുട്ബോൾ മത്സരത്തിൽ കേരളത്തിലെ സെവൻസ് മൈതാനങ്ങളിൽ പ്രശസ്തരായ 8ഓളം ടീമുകൾ പങ്കെടുക്കും. ഞായറാഴ്ച വൈകിട്ട് 5-ന് പെരുമണ്ണൂർ കോട്ടേക്കാവ് ക്ഷേത്ര മൈതാനത്ത് നടക്കുന്ന 11ാമത് ഫുട്ബോൾ ടൂർണമെന്റ് ചാലിശ്ശേരി പോലീസ് സബ് ഇൻസ്പെക്ടർ VR റനീഷ് ഉദ്ഘാടനം ചെയ്യും. ഗ്രാമാന്തരീക്ഷത്തിൽ ഒരുപറ്റം ചെറുപ്പക്കാർ മൈതാനം നവീകരിച്ച് ടൂർണമെന്റ് വിജയത്തിനായുള്ള കഠിന പ്രയത്നത്തിലാണ്. പെരുമണ്ണൂരിന്റെ കലാകായിക രംഗത്തും സാംസ്കാരിക രംഗത്തും മാതൃകയായി പ്രവർത്തിക്കുന്ന യുവധാര ഇതിനകം നിരവധി കാരുണ്യ പ്രവർത്തനങ്ങളാണ് നടത്തിയിട്ടുള്ളത്. ഫുട്ബോൾ ടൂർണമെന്റ് ഒരു ഉത്സവമാക്കാനുള്ള ഒരുക്കത്തിലാണ് സംഘാടകർ. ആദ്യ മത്സരത്തിൽ ഞായറാഴ്ച വൈകിട്ട് നടക്കുന്ന മത്സരത്തിൽ സെവൻസ് മൈതാനങ്ങളിൽ കായിക പ്രേമികളുടെ ആവേശമായ GCC ചാലിശ്ശേരിയും ORPC കേച്ചേരിയും തമ്മിൽ മത്സരിക്കും.
ഉത്സവപ്പറമ്പുകളിലെ നിറസാന്നിധ്യമായിരുന്ന പട്ടാമ്പി കർണൻ എന്ന കൊമ്പൻ ചെരിഞ്ഞു. വൈക്കം വെച്ചൂരിൽ വെച്ചായിരുന്നു ചരിഞ്ഞത്. 45 വയസ്സാണ്. ഉത്സവപ്പറമ്പുകളിലെ നിറസാന്നിധ്യമായിരുന്ന ഗജരാജൻ പട്ടാമ്പി സാഗർ കണ്ണനാണ് ഇന്ന് പുലർച്ചെ ചെരിഞ്ഞത്. ഹൃദയസ്തംഭനമായിരുന്നു മരണകാരണം. വൈക്കം വെച്ചൂരിൽ വെച്ചായിരുന്നു ആന ചെരിഞ്ഞത്. 1 മാസം മുമ്പ് വാതൽ ചികിത്സയ്ക്കായാണ് വെച്ചൂരിൽ എത്തിയത്. 45 വയസ്സുണ്ട്. പട്ടാമ്പി സ്വദേശി പ്രമോദിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് ആന. മണ്ണാർക്കാട് പൂരം ഉൾപ്പെടെ ജില്ലയിലെ അകത്തും പുറത്തുമുള്ള നിരവധി പൂരങ്ങളിൽ പട്ടാമ്പി കർണൻ നിറസാന്നിധ്യമായിരുന്നു. ഹജ്ജിന് പോകുന്നവർക്കായി പട്ടാമ്പിയിൽ വാക്സിനേഷൻ ക്യാമ്പ് സംഘടിപ്പിച്ചു. പട്ടാമ്പി ഗവൺമെന്റ് കോളേജിലായിരുന്നു ക്യാമ്പ് ഒരുക്കിയത്. മണ്ഡലത്തിൽ 2ാമത്തെ ക്യാമ്പാണ് നടത്തുന്നത്. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെയും പട്ടാമ്പി താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ പട്ടാമ്പി ഗവൺമെന്റ് കോളേജിൽ വെച്ച് ഹജ്ജിന് പോകുന്നവർക്ക് വാക്സിനേഷൻ ക്യാമ്പ് സംഘടിപ്പിച്ചത്. 306 പേരാണ് ഇവിടെ വാക്സിനേഷന് എത്തിയത്. പട്ടാമ്പി മണ്ഡലത്തിൽ 2ാമത്തെ വാക്സിനേഷൻ ക്യാമ്പാണ് നടത്തുന്നത്. നേരത്തെ കൊപ്പം സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ക്യാമ്പ് നടന്നിരുന്നു. പട്ടാമ്പി ഗവൺമെന്റ് കോളേജിൽ നടന്ന ക്യാമ്പിൽ മുഹമ്മദ് മൂസിൻ MLA, നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി, വൈസ് ചെയർമാൻ TP ഷാജി, സ്ഥിരം സമിതി അധ്യക്ഷൻ വിജയകുമാർ, താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ അബ്ദുൾ റഹ്മാൻ, ഡോക്ടർ P അബ്ദു തുടങ്ങിയവരും പങ്കെടുത്തു. ഇന്ന് വാക്സിനേഷൻ ക്യാമ്പ് നടക്കുന്നത് ഹജ്ജിൻ്റെ മുന്നോടിയായിട്ടുള്ള അവർക്ക് ക്ലാസ്സുകളും മറ്റെല്ലാ സൗകര്യങ്ങളും നേരത്തെ ചെയ്തു. ഇതിനുശേഷം ഇനി ഹജ്ജ് ക്യാമ്പ് ആരംഭിക്കാൻ പോവുകയാണ്. 20-ാം തീയതി മുതലാണ് യാത്ര പുറപ്പെടുന്നത്. 21-ാം തീയതി രാവിലെ പുലർച്ചെയാണ് ഫസ്റ്റ് ഫ്ലൈറ്റ് പിന്നെ നമ്മുടെ കോഴിക്കോട്ട് നിന്ന് പോകുന്നത്. അതുപോലെ കൊച്ചിയിൽ നിന്ന് 26-നുമാണ് പോകുന്നത് ഫസ്റ്റ് ഫ്ലൈറ്റ്. അപ്പോൾ അതിന് മുന്നോടിയായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു. ഇതോടെ നെളിയോർ വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.